നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിൽ ഭഗവതിയുടെ 3 വിശേഷപ്പെട്ട ഭാവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതിൽ ഒന്നാമത്തത് കാമതയും, രണ്ടാമത്തത് ജ്ഞാനതയും, മൂന്നാമത്തത് യോഗതയുമാണ്. കാമത എന്ന ഭാവത്തിൽ ഭഗവതിയെ ആശ്രയിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുകയും, ജ്ഞാനത എന്ന ഭാവത്തിൽ ഭഗവതിയെ ആശ്രയിക്കുന്നവർക്ക് എല്ലാവിധമായ ജ്ഞാനമുണ്ടാവുകയും, അതോടൊപ്പം തന്നെ യോഗത എന്ന ഭാവത്തിൽ ഭഗവതിയെ ആശ്രയിക്കുന്നവർക്ക് യോഗസിദ്ധികൾ പ്രാപ്യമാവുകയും ചെയ്യും. ഈ മൂന്നാമത്തെ യോഗത എന്ന ഭാവത്തിൽ ഭഗവതി യോഗാസനത്തിലാണ് ഇരിക്കുന്നത്. കൃത്യമായി നമുക്ക് ശ്രദ്ധിച്ചാൽ ഭഗവതി സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് യോഗാഭ്യാസ ഭാവത്തിലാണ് ഇരിക്കുന്നത്. തൻ്റെ കാലുകളെ പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ ആണ് വെച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും യോഗാനുസന്ധാനത്തിന് പറ്റിയത് തന്നെയാണ്. ഇവിടെ ആയുധങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ദേവീ മുഖത്തിൽ നിർവികാരതയാണുള്ളത്. തപസ്സിൻ്റെ അഗ്നിയിൽ തുടുത്തതുപോലെ ശരീരത്തിനും വസ്ത്രങ്ങൾക്കുമെല്ലാം നമ്മൾ ഈ യോഗതാഭാവത്തിൽ ചിന്തിക്കുമ്പോൾ ചുവപ്പ് നിറമാണ് സങ്കല്പിക്കേണ്ടത്. ഈ രൂപത്തെ ധ്യാനിച്ചാൽ നമുക്ക് കൃത്യമായി തന്നെ മന്ത്രസിദ്ധിയും യോഗസിദ്ധിയും ഔഷധസിദ്ധിയും കർമ്മസിദ്ധിയും കലാകായിക സിദ്ധികളുമൊക്കെ നിസ്സംശയം നേടാവുന്നതാണ്. സംഗീതസിദ്ധിക്ക് പ്രസിദ്ധമായിട്ടുള്ള മൂകാംബിക ക്ഷേത്രത്തിലെ ഭാവം ശ്രദ്ധിച്ചാൽ നമുക്ക് മൂകാംബികാദേവി 2 കാലും മടക്കി യോഗതാഭാവത്തിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതുകൊണ്ടാണ് മൂകാംബികാദേവി കലാകായിക മറ്റുള്ള എല്ലാ സിദ്ധികൾക്കും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പമാണ്, ദേവതാഭാവമാണ് എന്നുള്ളത് വന്നിരിക്കുന്നത്. മടക്കിയ കാലുകളെപ്പോലെ തന്നെ നിവർത്തിച്ചു വെച്ച കാലുകൾക്കും വളരെ പ്രധാനമാണ് ഈ 3 ഭാവങ്ങളിലും. കാമതായിൽ ഇടത്ത് കാലാണല്ലോ മുന്നോട്ട് നീക്കി വെച്ചിരിക്കുന്നത്. വലത്ത് കാല് മടക്കി ഇടത്ത് കാല് മുന്നോട്ട് നീക്കി വെച്ചിരിക്കുന്നു. ഇടത്ത് വശം ചന്ദ്രമണ്ഡലമാണ്. ചന്ദ്രനാടി, ചന്ദ്രപ്രഭ ഇവയെല്ലാം സുഖശീതളമയുടെയും അല്ലെങ്കിൽ മനസ്സിൻ്റെയും ഒക്കെ തത്വങ്ങളുടെ സ്വരൂപമാണ്. മനസ്സിലാണ് കാമനകൾ നിഴലിക്കുന്നത്, ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ജ്ഞാനമാർഗത്തിലാകട്ടെ ബുദ്ധി സൂര്യനെ പോലെ പ്രകാശിക്കേണ്ട അവസ്ഥയാണുള്ളത്. അതിനാൽ ജ്ഞാനതായിൽ സാധകന് നേരെ നീണ്ടു നിൽക്കുന്നത് ദേവിയുടെ വലത്ത് പാദമാണ്. അതായത് ഇടത്ത് കാലാണ് മടക്കി വെച്ചിരിക്കുന്നത്. വലത്തുവശം സൂര്യസ്ഥാനമാണെന്ന് നമുക്കറിയാം. സൂര്യൻ പകലിൻ്റെയും പ്രകാശത്തിൻ്റെയും ദേവനാണ്. അജ്ഞാനത്തെയും അന്ധകാരത്തെയും ഒക്കെ മാറ്റിയിട്ട് ജ്ഞാനത്തിൻ്റെ ജ്യോതിസായിട്ട് കൽപ്പിക്കുന്നത് സനാതനധർമ്മത്തിൽ സൂര്യന് ഒരു പ്രത്യേക ഭാവത്തിലൂടെയാണ്. പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ ചേർത്ത് വെക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? സൂര്യനാഡിയും ചന്ദ്രനാഡിയും ഒന്നിക്കുന്നു. അപ്പോൾ സുഷുമ്നാ നാഡി ജാഗരൂകമാകുന്നു. സുഷുമ്നാ നാഡിയുടെ ഈ ജാഗരണമാണ് യോഗസിദ്ധികൾ പ്രാപ്യമാക്കുവാൻ ഭഗവതിയിലൂടെ നമ്മെ സഹായിക്കുന്നത്. അങ്ങനെ മേൽപ്പറഞ്ഞ മന്ത്രസിദ്ധിയും ഔഷധസിദ്ധിയും യോഗസിദ്ധിയും കലാകായിക സിദ്ധികളും എല്ലാ സിദ്ധികളും ഉൾപ്പെടെ അഷ്ടസിദ്ധികളും വേറെ, ഇവയെല്ലാം സാധകൻ്റെ കഴിവിനനുസരിച്ച്, അയാളുടെ സാധന നിഷ്ഠ അനുസരിച്ച്, ഭക്തൻ്റെ ഭക്തി അനുസരിച്ച്, അവൻ്റെ നിഷ്ഠകളനുസരിച്ച് ഒരു ഭക്തന് നേടാവുന്നത് മാത്രമേ ഉള്ളൂ. ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കണമെന്ന് മാത്രം. അതിന് കഠിനമായ നിഷ്ഠയിലൂടെ, കഠിനമായ സാധനാക്രമങ്ങളിലൂടെ, ഭക്തിഭാവത്തിലൂടെ മുന്നോട്ട് പോകണം. അതൊക്കെ ചെയ്യേണ്ടത് ഒരു കൃത്യമായിട്ടുള്ള ഗുരുവിൻ്റെ, കൃത്യനായിട്ടുള്ള ശുദ്ധനായിട്ടുള്ള നേരായ ഗുരുവിൻ്റെ മാർഗദർശനത്തിലൂടെ മാത്രമാവണമെന്ന് മാത്രം. അങ്ങനെയുള്ള ഗുരുവിനെ ലഭിക്കുവാനാണ് ഭഗവതി നമ്മെ അനുഗ്രഹിക്കേണ്ടത്. എല്ലാവർക്കും അത്തരത്തിലുള്ള ഗുരുക്കന്മാരെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗതായുടെ ഈ വിവരണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.